in the present of future tense the tense of the speech part remains unchanged. അതായത് അസറ്റീവ് സെൻറ്റൻസസ് ആണ് തന്നെങ്കിൽ അതിൽ നമുക്ക് തരുന്നത് പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ ഉള്ള സെൻറ്റൻസസ് ആണെങ്കിൽ അതിൻ്റെ സ്പീച്ച് പാർട്ട് എന്തായിരിക്കും, അത് മാറ്റേണ്ട കാര്യമല്ല. എക്സാമ്പിൾ ബെൻ സേസ് ഐ ആം ഡൂയിങ് വെൽ. ഓക്കെ, അതൊരു അസറ്റീവ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, അതിൻ്റെ സ്പീച്ചിങ് പാർട്ട് ഐ ആം ഡൂയിങ് വെൽ എന്നുള്ളത് മാറ്റണം അല്ലേ. ഡൂയിങ് വെൽ എന്നുള്ളത് കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് എന്ത് ചെയ്യുക, ബെൻ സേസ് ദാറ്റ് ഈസ് ഡൂയിങ് വെൽ അല്ലേ, ഹി ഈസ് ഡൂയിങ് വെൽ. അപ്പം ഐ എന്നുള്ളത് മാറും, ഹി ആവും, ഹി ഈസ് ഡൂയിങ് വെൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പീച്ചിങ് പാർട്ടിൽ നോ ചേഞ്ചസ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ ദ പാസ്റ്റ് ടെൻസ് ദ വേർബ് ഫോം ഹാവ് ടു ബി ചേഞ്ച്ഡ് ആസ് ഷോൺസ് അല്ലേ. അതായത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ തന്നു വെച്ചാൽ അതിൻ്റെ വേർബ് ഫോം ഹാവ് ടു ബി എന്നാണ് കാണിക്കേണ്ടത്. വേർബ് ഫോമിനെ പാസ്റ്റ് ടെൻസിലാണ് നമുക്ക് സെൻറ്റൻസ് തന്നു വെച്ചാൽ വേർബ് ഫോമിൽ നമ്മൾ ഹാവ് ടു ബി ഇൻക്ലൂഡഡ് ആയിരിക്കണം. ആൻഡ് റിപ്പോർട്ടിംഗ് വേർബ് അറ്റ് ദ റിപ്പോർട്ടർ സ്പീച്ച് ആർ ജോയിൻഡ് ബൈ യൂസിങ് ദ കണക്റ്റീവ്. ഓക്കെ, കണക്റ്റീവ് വേർഡ് എന്താ, ദാറ്റ്, നന്നായിട്ട് പഠിച്ചത്. അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യണം എവിടെ, അസറ്റീവ് സെൻറ്റൻസസിൻ്റെ റിപ്പോർട്ടിംഗ് സ്പീച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ദെൻ വെൻ റിപ്പോർട്ടിംഗ് യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ പവേഴ്സ് ദ വേർബ് ആർ നോട്ട് ചേഞ്ച്ഡ് അല്ലേ. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് പറയുന്നതെങ്കിൽ, യൂണിവേഴ്സൽ ട്രൂത്ത്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത് ആണല്ലേ. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സൺ എവിടെയാണ്, കിഴക്ക് തന്നെയാണ് ഉദിക്കുക. അത് യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. അങ്ങനെയുള്ള കാര്യത്തിൽ വേർബിൽ എന്തായിരിക്കണം, വേർബിൽ ചേഞ്ച് വരില്ല. അതൊരു എന്താ പറയുക, നോട്ട് ചെയ്ത് വെക്കുക, കൊട്ടേഷൻ നോട്ടഡ് പോയിന്റ് ആണ്, മാറിപ്പോകരുത്. തരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനും റിപ്പോർട്ട് ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ നിൽക്കരുത്. യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ അതിൽ വേർബ് എന്ത് ചെയ്യാൻ മാറാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് ദ ചൈൽഡ് ഈസ് ഇൻ ദ ഫാദർ ഓഫ് മാൻ. ഓക്കെ, വേർഡ്സ് സെഡ് ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതിന് മാറ്റുമ്പോൾ എങ്ങനെയാണ്, വേർഡ്സ് സെഡ് ദാറ്റ് ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. ഓക്കെ, ദാറ്റ് എന്നുള്ള വേർഡ് അത് യൂസ് ചെയ്യും. ദെൻ റിപ്പോർട്ടിംഗ് ടു ഇമ്പറേറ്റീവ് സെൻറ്റൻസസ്, അസറ്റീവ് സെൻറ്റൻസസിനെ മാറ്റുന്നതിൻ്റെ ഇത് നോക്കി ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ളത് നോക്കാം. വൈൽ റിപ്പോർട്ടിംഗ് കമാൻഡ്സ്, റിക്വസ്റ്റ്, സജഷൻസ് എക്സെട്ര ദ ഫോളോയിങ് വേർഡ്സ് ആർ മസ്റ്റ് ബി ഒബ്സർവ്ഡ്. അതായത് ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ പറഞ്ഞു കമാൻഡ്സ്, റിക്വസ്റ്റ്, സജഷൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ റൂൾ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഇൻഫിനിറ്റീവ്. അതാണ് എന്ത് അതിൻ്റെ റൂളായിട്ട് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് കൺവേർട്ട് ചെയ്യുമ്പോൾ, റിപ്പോർട്ടിംഗ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള റൂളാണ് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞതാണ്. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. ആൻഡ് സെഡ് ടു മീ വർക്ക് ഹാർഡ് ടു സ്കോർ ഹൈ മാർക്സ് അല്ലേ. അതൊരു എന്താണ്, അതൊരു കമാൻഡ് അല്ലെങ്കിൽ കമാൻഡാണ്. നന്നായിട്ട് പണിയെടുത്താൽ നല്ല മാർക്ക് അല്ല, നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങാം. അതായത് വർക്ക് ഹാർഡ് ടു സ്കോർ ഹൈ മാർക്സ്, ഇത് ഡയറക്റ്റ് സ്പീച്ച്. അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റം എങ്ങനെയാണ്, ആൻഡ് അഡ്വൈസ് ടു മീ. ഓക്കെ, അവിടെ ഒരു ഒബ്ജക്റ്റ് പ്ലസ് നമ്മൾ പറയാം വേർബിൻ്റെ കൂടെ ഒരു ഒബ്ജക്റ്റ് ചേർക്കുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് എന്താണ്, ഇവിടെ അഡ്വൈസ് കൊടുക്കുകയാണ്. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്ക് നല്ല മാർക്ക് വാങ്ങാം എന്ന് പറയുന്നത് വേറൊരാൾ ആനോട് പറഞ്ഞ കാര്യമാണ്, ഒരു അഡ്വൈസ് ആണ്. അപ്പം അവിടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു. അതായത് ആൻ എന്ത് ചെയ്യുന്നു, ആൻ അഡ്വൈസ് ചെയ്യാണ്. അഡ്വൈസ്ഡ് മീ ടു വർക്ക് ഹാർഡ് ടു സ്കോർ ഹൈ മാർക്സ് അല്ലേ. നന്നായിട്ട് പണിയെടുത്താൽ നല്ല മാർക്ക് വാങ്ങാം എന്നുള്ളത് അവിടെ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റും കൂടി അവിടെ ആഡ് ആയി വരികയാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ്സ് ആർ സജസ്റ്റഡ്, ഡിനൈഡ്, ഇൻസിസ്റ്റഡ്, അപ്പോളജൈസ്ഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് കമാൻഡും സജഷനും റിക്വസ്റ്റും ആണ്. ദെൻ അടുത്തത് അപ്പോളജൈസ്ഡും സജഷനോ ഡിനൈസിനൊക്കെ കാണിക്കുന്നതാണെങ്കിൽ അവിടെ എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് വെച്ച് വേർബിൻ്റെ കൂടെ ING ഫോമും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതായത് ലെറ്റ് us ഗോ ഫോർ എ വാക്ക് ആൻഡ് സെഡ് അല്ലേ, അതൊരു ഡയറക്റ്റ് സ്പീച്ചാണ്. ലെറ്റ് us ഗോ ഫോർ എ വാക്ക് അതൊരു എന്താണ്, ഒരു സജഷനാണ്. അപ്പം എന്താണ് നമ്മളതൊരു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം ആൻഡ് സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക് അല്ലേ. ആൻഡ് എന്താണ്, സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സജസ്റ്റഡ് എന്ന് പറഞ്ഞ വേർഡും കൂടി നമുക്ക് അവിടെ ആഡ് ആവുന്നു. പ്ലസ് വേർബിൻ്റെ കൂടെ എന്താവുന്നു, ING ഫോം വരുന്നു, ഗോയിങ്. ഓക്കെ, ആൻഡ് സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. ഓക്കെ, അത് കുറേ എക്സാമ്പിൾ വെച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കുക പോയിന്റ്സ് എന്താണെന്നുള്ളത്. മൂന്നാമത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഓക്കെ, നമ്മൾ എക്സ്ക്ലമേറ്ററി വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യം വരുന്ന, അത്ഭുതങ്ങൾ നടക്കുന്ന അങ്ങനത്തെ വേർഡ്സിനെയൊക്കെ റിപ്പോർട്ടിംഗ് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക. അതായത്
While reporting exclamatory sentences, all the exclamatory marks and words must be removed. അല്ലേ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം നമ്മൾ അതിലെ എക്സ്ക്ലമേറ്ററി മാർക്സ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തിരിക്കണം. ഫസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ ഹോ എന്ന് പറയില്ലേ, ദ കിറ്റൺ ഈസ് ഡെഡ് സെഡ് ദാസ്, അത് ഒരു പൂച്ചക്കുട്ടി മരിച്ചു എന്ന് ദാസ് പറയാണ്. അപ്പം അതെന്താണ്, അവിടെ ഒരു ഹാസ് എന്ന് പറഞ്ഞാൽ ഹോ ഹോ എന്നൊക്കെ പറയുന്ന ഒരു എക്സ്ക്ലമേഷൻ അല്ലേ, നമ്മൾ ടേം ഒരു വാക്കാണ് ഹാസ് അല്ലെങ്കിൽ വാവ് ഹോ എന്നൊക്കെ പറയുന്നതാണ് ഇതിലെ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇതാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതെന്ത് ചെയ്യണം, ആ എക്സ്ക്ലമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഈ റിപ്പോർട്ടിംഗ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത്, റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരിക, ദാസ് എക്സ്ക്ലൈംഡ് അല്ലേ, ഒരു ആശ്ചര്യത്തോടെ പറഞ്ഞു എന്നാണ് നമ്മൾ പറയേണ്ടത്. അവിടെ ദാസ് യൂസ് ചെയ്ത എക്സ്ക്ലമേഷൻ വേർഡ് നമ്മൾ എന്ത് ചെയ്യണം, കട്ടാക്കണം, അത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ദാസ് എക്സ്ക്ലൈംഡ് വിത്ത് സോറോ അല്ലേ, ഏത് രീതിക്കാണ് അയാൾ പറഞ്ഞത്, മരിച്ചൊരു കാര്യമല്ല, അപ്പോൾ സങ്കടത്തോടെ ആയിരിക്കും. വിത്ത് സോറോ ദാറ്റ് ദ കിറ്റൺ വാസ് ഡെഡ്, പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നെ അടുത്ത നോക്കൂ, വാട്ട് എ ബ്രില്യൻ ഫിലിം സെഡ് ദാസ്, എന്തൊരു നല്ല സിനിമയാണെന്ന് ആര് പറഞ്ഞു, ദാസ് പറഞ്ഞു. അപ്പോൾ നമ്മളത് എങ്ങനെ പറയണം, കൺവേർട്ട് ചെയ്യണം, ദാസ് എക്സ്ക്ലൈംഡ് അല്ലേ, ആശ്ചര്യത്തോടു കൂടി പറയാണ്, ദാസ് എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് എ ബ്രില്യൻ ഫിലിം, അത് നല്ല ഫിലിം, നല്ല ബ്രില്യൻ ഫിലിം ആയിരുന്നു എന്ന രീതിക്കാണ് നമ്മൾ ഇങ്ങനെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിനെ റിപ്പോർട്ട് ചെയ്യുക. അടുത്തത് ഏതാണ്, റിപ്പോർട്ടിംഗ് ടു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിന് മാറ്റുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ റൂൾസ് എന്താണ്, while questions are changed into indirect speech that following verbs should be used. ക്വസ്റ്റ്യൻസ് രൂപത്തിലേക്കാണ് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യുന്നത്. ആസ്ക്ഡ് അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് അത്, ആസ്ക്ഡ്, ഡിമാൻഡ്, എൻക്വയർഡ്, വാണ്ടഡ് എന്നുള്ള ടേംസ് ഒക്കെ. വൈൽ റിപ്പോർട്ടിംഗ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് നമ്മൾ എന്താണ് അതിൻ്റെ റൂള്, സബ്ജക്റ്റ് പ്ലസ് വേർബ് ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വേർബ് വേർഡ് ഓർഡർ ഷുഡ് ബി ഫോളോ, വേർഡിൻ്റെ ഓർഡറിൽ യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, വെൻ റിപ്പോർട്ടിംഗ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ബിഗിൻസ് വിത്ത് എൻ ഓക്സിലേറ്ററി വേർബ് ദ കണക്റ്റീവ് ഓഫ് ഓർ വെദർ ഷുഡ് ബി യൂസ്ഡ് അല്ലേ. ഒരു ഓക്സിലേറ്ററി ക്വസ്റ്റ്യൻ ആണ് യൂസ് സെൻറ്റൻസ് എങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി അത് മാറ്റുമ്പം ഇഫോ അല്ലെങ്കിൽ വെദറോ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. എവിടെ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിനെ ചേഞ്ച് ചെയ്യുമ്പം. ഇഫ് ക്വസ്റ്റ്യൻ ബിഗിൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ലൈക്ക് ഹും, ഹു, ഹും, ഹൂസ്, വാട്ട്, വിച്ച് അല്ലേ, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അതിലാണ് തുടങ്ങുന്നതെങ്കിൽ നോ കണക്റ്റീവ് ഷുഡ് ബി യൂസ്ഡ് വിത്ത് റിപ്പോർട്ടിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഇഫോ, ഷുഡോ, വെദറോ എന്നുള്ള കണക്റ്റീവ് വേർഡ്സ് എവിടെ യൂസ് ചെയ്യാൻ പാടില്ല, നമ്മളെ റിപ്പോർട്ടിംഗ് സ്പീച്ചിലേക്ക്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ യൂസ് ചെയ്യരുത്. എക്സാമ്പിൾ നോക്കാം, റോയ് സെഡ് ടു പ്രിയ, റോയ് പ്രിയോട് പറയാണ്. വേർ ആർ യു സ്റ്റഡി, അതൊരു ക്വസ്റ്റ്യൻ അല്ലേ, WH ക്വസ്റ്റ്യനിൽ തുടങ്ങുന്നതാണ്, വേർ ആർ യു സ്റ്റഡി. അപ്പോൾ അതെങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക, റോയ് സെഡ് എന്നുള്ളത് എന്താവും, നമ്മൾ കുറേ ടേം പഠിച്ചു, സെഡിനെ ആസ്ക്ഡ് എന്ന ഫോമിലേക്ക് മാറുന്നു. റോയ് ആസ്ക്ഡ് പ്രിയ വേർ ഷി വാസ് സ്റ്റഡി അല്ലേ, എവിടെയാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചു. വേർ ആർ യു സ്റ്റഡി എന്നുള്ളത് വേർ അതേപോലെ എടുക്കുന്നു. ആർ യു സ്റ്റഡി എന്നുള്ള ആരോടാ ചോദിച്ചത്, അവളോട്, റോയിനോടാണ്. അപ്പം ഷി വാസ് സ്റ്റഡി എന്നുള്ള രീതിക്ക് കൺവേർട്ട് ചെയ്യുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ യെസ് ഓർ നോ ക്വസ്റ്റ്യനെ മാറ്റുമ്പോൾ എങ്ങനെയാണ്, സുധി സെഡ് ഡിഡ് യു വാച്ച് ദാറ്റ് മൂവി, രഞ്ജിത്ത് അല്ലേ സെഡ് യെസ്, അതൊരു അപ്പം രഞ്ജിത്ത് എന്ത് പറയും, യെസ്, അതൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സ്പീച്ചാണ്. അതിന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, സുധി ആസ്ക്ഡ്, സെഡ് എന്നുള്ളതിന് ആസ്ക്ഡ്. നമ്മൾ പറഞ്ഞു എന്തൊക്കെ വേർഡ്സാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ യൂസ് ചെയ്യേണ്ട വേർഡ്സ് ഏതാണ്, എക്സ്ക്ലമേറ്ററിൽ യൂസ് ചെയ്യേണ്ട വേർഡ്സ് എന്താണ്, അസെപ്റ്റീവിൽ, ഇംപറേറ്റീവിലൊക്കെ യൂസ് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ആസ്ക്ഡ്. അപ്പം സുധി ആസ്ക്ഡ് രഞ്ജിത്ത് വെദർ ഹി ഹാഡ് വാച്ച്ഡ് ദാറ്റ് മൂവി ആൻഡ് രഞ്ജിത്ത് സെഡ് ദാറ്റ് ഹി ഡിഡ്. യെസ് എന്നുള്ളതിന് രഞ്ജിത്ത് എന്ത് പറഞ്ഞു, യെസ് എന്നുള്ളത് നമ്മൾ പറയുമ്പം യെസ് എന്നല്ല പറയുക, രഞ്ജിത്ത് ഹി ഡിഡ് അല്ല, ദാറ്റ് സെഡ് ദാറ്റ് ഹി ഡിഡ്. ഓക്കെ, അങ്ങനെയാണ് റിപ്പോർട്ടിംഗ് വേർഡ് സ്പീച്ചസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അതായത് റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്താണെന്ന് നോക്കി അത് അതിലോരോ സെൻറ്റൻസസിൽ, ഓരോ സെൻറ്റൻസസിൽ, ഓരോ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇംപറേറ്റീവ് സെൻറ്റൻസസിലും അസർട്ടീവ് സെൻറ്റൻസസിലൊക്കെ എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് വേർഡ്സിനെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുക എന്നുള്ളത്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ ഇപ്പം നടന്നൊരു കാര്യത്തിനെ പാസ്റ്റ് ടെൻസിലേക്ക് പറയുന്നതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ. ആക്റ്റീവ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പാസ്റ്റിലേക്കാക്കി പറയുന്നതാണ് പാസീവ് വോയിസ്. അതായത് നമുക്ക് നോക്കാം, പാസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. നോക്കാം, ദ ചൈൽഡ് കിക്ക്ഡ് എ ബോൾ, അല്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ചൈൽഡ് കിക്ക്ഡ് എ ബോൾ. ആ കുട്ടി ഒരു ബോൾ അടിച്ചു, കിക്ക് ചെയ്തു. ഓക്കെ, ദ ചൈൽഡ് കിക്ക്ഡ് എ ബോൾ. ഇതൊരെന്താണ്?